എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അന്നു മുതൽ കോൺഗ്രസിനെ തകർത്ത് സ്ഥാനമുറപ്പിക്കാൻ ശ്രമിച്ച പി സരിന്റെ പോരാട്ട കഥകൾ. പാലക്കാട്ടെ ജനങ്ങൾ ഇതൊന്നും മനസ്സിലെടുത്തിട്ടില്ല. പാലക്കാട്ടെ ജനങ്ങൾ എന്താണ് എന്നത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് വോട്ടെണ്ണൽ ദിനത്തിൽ കണ്ടത്. പി സരിൻ തരംഗത്തിലെങ്കിലും പാർട്ടിയെ മുന്നിലേക്ക് എത്തിക്കാമെന്ന് കരുതി സ്വന്തം സ്ഥാനാർത്ഥികളെ ഡമ്മിയാക്കിയിട്ടുള്ള ഇടതുമുന്നണിക്ക് പാലക്കാടൻ ജനത മറുപടി നൽകി. രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കടുത്ത മത്സരമാണ് പാലക്കാട് നടന്നതെന്ന് വോട്ടെണ്ണൽ ലീഡ് വിലയിരുത്തുന്നതിലൂടെ വ്യക്തമാകും. ജനാധിപത്യ പാലക്കാടിൽ പുതിയ സൂര്യോദയം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഫലപ്രഖ്യാപനത്തിൽ പൂർണ്ണ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന പി സരിന് അടിപതർന്നു എന്നത് പാലക്കാട് തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തുടക്കത്തിൽ തന്നെ വ്യക്തമായിരുന്നു. ഷാഫി പറമ്പിൽ തീർത്ത റെക്കോർഡിനടുത്തെത്തുന്ന തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തരംഗം പാലക്കാട് ഉണ്ടായിരിക്കുന്നത്. തുടക്കത്തിൽ BJP ആണ് ലീഡ് നിന്നതെങ്കിൽ പോലും വോട്ടെണ്ണൽ പകുതി എത്തിയപ്പോൾ വിജയം കോൺഗ്രസിനെ തേടിയെത്തിയെന്ന സൂചന ലഭ്യമായി. പി സരിൻ വിജയിച്ചില്ല എങ്കിലും സരിൻ തരംഗം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ആശ്വസിക്കുകയാണ് ഇടതുമുന്നണിയിലെ ചില പ്രവർത്തകർ. പക്ഷേ ആ ശ്രമവും പായായി എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഇതുവരെ ഇടതുമുന്നണിക്ക് ലഭിച്ച വോട്ടിൽ വളരെ കുറവാണ് ഇത്തവണ പാലക്കാട് നിന്ന് ലഭിച്ചത്. അതായത് പി സരിൻ സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ ലഭ്യമായതെന്ന്. തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായ അന്നു മുതൽ പി സരിൻ കാണിച്ചു കൂട്ടിയ ഒന്നും തന്നെ ജനം വിലക്കെടുത്തിട്ടില്ല എന്നത് ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അതുമാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തവണ നേടിയിരിക്കുന്ന വോട്ട് അത് LDF നേടിയതിന്റെ ഇരട്ടി എന്നത് കൂടെ പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്കൽ പോലും എത്താൻ പി സരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ്. അതേപോലെ തന്നെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ BJPക്കും രാഹുലിന്റെ വരവ് കനത്തിരി തിരിച്ചടിയായിട്ടുണ്ട് എന്നതാണ് വിലയിരുത്തൽ. കാരണം BJP പ്രതീക്ഷിച്ച വോട്ടിൽ വലിയ കുറവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായി അങ്ങനെ വോട്ട് കുറയുമ്പോൾ ആ വോട്ടുകൾ UDFിലേക്കും LDFിലേക്കും വിഭജിച്ച് പോകാറുണ്ട്. പക്ഷേ പി സരിൻ എന്ന പാർട്ടി ചിഹ്നം പോലും ഇല്ലാത്ത ഒരു സഖാവിന് വേണ്ടി ആ വോട്ട് നൽകാൻ പാലക്കാടൻ ജനതയിൽ മടുപ്പുണ്ടാക്കിയെന്ന് തോന്നുന്നു. യുവനേതാവിൽ പ്രതീക്ഷ കൂടിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം വോട്ടുകൾ കോൺഗ്രസിലേക്ക് എത്തിയെന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അങ്ങനെ നോക്കുകഴിയുമ്പോൾ സ്വന്തം സ്ഥാനാർത്ഥികൾക്ക് പോലും അവസരം നൽകാതെ പി സരിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ള ഇടതുമുന്നണിക്ക് പ്രത്യേകിച്ച ഗുണമൊന്നും ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തമാകുന്നുണ്ട്. അതേസമയം കന്നി അംഗത്തിന് ഇറങ്ങിയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള C കൃഷ്ണകുമാറിനെ പിന്നിലാക്കി മുന്നിലേക്ക് എത്തുമ്പോൾ UDF BJP കോട്ടകൾ അടക്കം സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടുന്നത്. 10,000-ത്തിലധികം വോട്ടുകളുടെ ലീഡിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനമുറപ്പിക്കുന്നത്. ആദ്യ മത്സരം എന്നതിനാൽ പി സരിനും വളരെ നിർണായകമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഇത്. തിരഞ്ഞെടുപ്പ് വിജയത്തിൽ പൂർണ്ണ ആത്മവിശ്വാസത്തിലായിരുന്നു പി സരിൻ ഇന്ന് രാവിലെ പോലും പ്രതികരിച്ചത്. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ ജയസാധ്യത LDFന് തന്നെയായിരിക്കുമെന്നും LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി പി സരിൻ വോട്ടെണ്ണൽ ആരംഭത്തിന് തൊട്ടു മുന്നേ തന്നെ പ്രതികരിച്ചത് ജനങ്ങൾ ഏറ്റെടുത്തിരുന്നു. ആശങ്കകൾ ഒന്നും തന്നെ ഇല്ല എന്നും ചില റൗണ്ടിലെ വോട്ടുകൾ എണ്ണുന്നത് പ്രധാനമാണ് എന്നും പി സരിൻ പറയുകയുണ്ടായി. പാർട്ടി ഒരുമിച്ച് നിന്ന് തന്നെ നടത്തിയിട്ടുള്ള പോരാട്ടമാണിതെന്നും പി സരിൻ രാവിലെ പറഞ്ഞിരുന്നു. നഗരസഭാ പരിധിയിൽ BJP ലീഡ് ചെയ്യുമെന്നതിൽ തർക്കമില്ലെന്നും എന്നാൽ അവർക്ക് പിന്നിൽ LDF ഉണ്ടാകുമെന്നുമായിരുന്നു പി സരിന്റെ കണക്കുകൂട്ടൽ. 14 റൗണ്ടുകൾ എണ്ണുമ്പോൾ വരെ LDF മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നൊക്കെ തന്നെയായിരുന്നു പി സരിൻ പ്രഖ്യാപിച്ചത്. പക്ഷേ പി സരിന്റെ ഈ വാക്കുകളൊക്കെ വെറുതെ ആയിരിക്കുകയാണ്. പി സരിന്റെ വാക്കുകൾ 7 അയലത്തെത്താത്ത രീതിയിലാണ് റിസൾട്ട് പ്രഖ്യാപനം ഉണ്ടാകുന്നത്. എന്തായാലും ഷാഫി പറമ്പിലിന് ശേഷം ഇനി പാലക്കാടൻ ജനതയെ നയിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ് കോൺഗ്രസ് നൽകുന്നത്.